ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ നോമ്പ് മുറിക്കാൻ കണക്കിനാണ് കേട്ടോ ഉണ്ടാക്കുന്ന കട്ട്ലറ്റ്. നമ്മുടെ ജിം മാസ്റ്ററിനും ഫ്രണ്ട്സിനും കേട്ടോ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ നമ്മള് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഉണ്ട്, നമ്മുടെ ഓണിയൻ ഉണ്ട്. അപ്പൊ ഇത് ഇത്രയും നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പൊ ഗൈസ്, ഉരുളക്കിഴങ്ങ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് അവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് നമുക്ക് ഫസ്റ്റ് അവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേകാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് നമുക്ക് നേരെ ഗ്യാസിലോട്ട് വെക്കാം. ഒരു 3 ഫിസിലേക്കും നല്ലപോലെ വെന്ത് വരും. ഈ ഇടയായിട്ട് ഉരുളക്കിഴങ്ങ് വേഗം ഭയങ്കര താമസം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3 കേൾക്കുന്നത്. അപ്പോൾ നല്ല വേവുന്നതാണെങ്കിൽ 2 കേട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ ചിക്കൻ കൈയോടെ കഴുകി എടുത്തു. പിന്നെ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തു. സവാള ഭയങ്കര നീട്ടിലുള്ള സവാളയായിരുന്നു കേട്ടോ. എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റില്ല. ഞാൻ കണ്ണടച്ച് വെച്ച് കേട്ടോ അരിഞ്ഞത്. ചില ദിവസം ഭയങ്കര നീട്ടിലായിരിക്കും, ചില ദിവസം നീട്ടിലാണ്. പക്ഷെ ഇന്ന് ഭയങ്കര നീട്ടിലായിരുന്നു കേട്ടോ. അപ്പം 2 സവാള എടുത്തിട്ടുണ്ട്, ചിക്കൻ കഴുകി എടുത്ത്, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 വലിയ പച്ചമുളക് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല എരിയുള്ള പച്ചമുളക് കേട്ടോ. അപ്പം നിങ്ങളുടെ എരിയുടെ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എരി ഒരുപാട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇടാം, അല്ലെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം 3 ഫിസിലായിട്ടുമ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ. അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ക്യാരറ്റ് ഉരുളക്കിഴങ്ങും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് വെള്ളത്തിലിടാം. കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കുമ്പോൾ നല്ലപോലെ തൊലിച്ചെടുക്കാം കേട്ടോ, തണുത്തിട്ട്. ഉരുളക്കിഴങ്ങ് ഫുള്ള് തൊലിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ഒരു ഉരുളക്കിഴങ്ങ് ഒട്ടും വെന്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഇടയായിട്ട് അങ്ങനെ കേട്ടോ, നമ്മൾ 4-5 വിസിൽ കേട്ടാലും ഉരുളക്കിഴങ്ങ് വേഗത്തില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഏട്ടനെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്ന് പെട്ടെന്ന് അതൊന്ന് സ്മാഷ് ചെയ്ത് തന്നു. ഇപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അതൊന്ന് വരണ്ട് വരട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റാം. ഏകദേശം ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ബൗളിലോട്ട് മാറ്റാം കേട്ടോ. ഒരുപാട് അങ്ങ് ഫ്രൈ ആയി വരണ്ട കേട്ടോ, കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരുപാട് അങ്ങ് വരണ്ട് പോവേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കനൊക്കെ വരട്ടുന്ന പോലെ അത്രയും ആവണ്ട. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട്ലറ്റ് കടിക്കുമ്പോൾ നമുക്ക് ഈ ഓണിയൻ നമുക്ക് കടിക്കാൻ കിട്ടണം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് സവാള ഒന്ന് അടച്ചു വെക്കുക. അത് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ സവാള ഇവിടെ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് ഗരം മസാല, പിന്നെ കുരുമുളക് കേട്ടോ. കുരുമുളക് നമ്മുടെ എരിയുടെ ആവശ്യത്തിന് ഇടാം. നേരത്തെ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ എരിക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ പച്ചമണം മാറുന്ന സമയത്ത് നമ്മുടെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ച് അധികം ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ മല്ലിയില ഇങ്ങനെ കടിക്കുമ്പോഴത്തേക്ക്. കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു അടപ്പെടുത്തിട്ട് ഞാൻ അതിലാട്ടോ നമ്മുടെ കട്ട്ലറ്റ് എടുക്കുന്നത്. അത് നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പിന് എന്ത് വേണം എടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ആ കട്ട്ലറ്റിൻ്റെ കറക്റ്റ് ഷേപ്പിനായതുകൊണ്ട് കേട്ടോ ഈ ഒരു ക്യാപ്പിൽ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനിപ്പോൾ നമ്മുടെ എഗ് വൈറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കാം. കട്ട്ലറ്റ് എല്ലാം ഞാൻ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇടാൻ കേട്ടോ. അപ്പോൾ ഓയിൽ നല്ല ചൂടാകുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് ആക്കുക. അപ്പോൾ നല്ല ഉള്ളിൽ നല്ല പോലെ ഒന്ന് വെന്ത് വരും.
അപ്പോൾ ഒരു സൈഡ് നല്ല പോലെ ഒന്ന് ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കറക്റ്റ് ആയിട്ടുണ്ട് കട്ട്ലറ്റ്. അപ്പോൾ രണ്ട് സൈഡ് ഒരുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് തിരിച്ചിടണം കേട്ടോ. അപ്പോൾ നല്ല കളറൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എടുക്കാമെന്നാണ്. ഏകദേശം ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് എടുക്കാം. രണ്ട് സൈഡ് നല്ല പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡിയാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഇനിയിപ്പോൾ കഴിച്ചു നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണാമോ? ആക്കണോ? ഗൈസ്, അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് അവർക്ക് കൊണ്ടുപോകണം. നമുക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാം. ഗൈസ്, വേണ്ട, ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ആണല്ലോ, നല്ല സോഫ്റ്റും കുറെ നല്ല ക്രിസ്പി. അടിപൊളി ഗൈസ്.